അമ്മ എറണാകുളത്തെത്തുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പത്രസമ്മേളനത്തിൽ എത്തിയ എല്ലാ പത്രപ്രവർത്തകർക്കും സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ഉണ്ട്. അതേപോലെ അമൃത ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഇവിടുത്തെ ഡീൻ ഡോക്ടർ, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിൻ്റെ 23ാം വാർഷികം. അത് എല്ലാ വർഷവും ഇവിടെ വാർഷികാഘോഷം നടക്കാറുണ്ട്, പ്രതിഷ്ഠാ വാർഷികാഘോഷം. കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഇത്തവണ അമ്മയുടെ സാന്നിധ്യത്തിൽ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ മഹോത്സവം ആരംഭിക്കുകയാണ്. അതായത് ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിന് പല പ്രത്യേകതകളുമുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങളിലെ ആരാധന രീതി. പക്ഷേ അമ്മയോടൊപ്പം അനേക തവണ ലോകസഞ്ചാരം നടത്തിയപ്പോൾ മനസ്സിലായി, എല്ലാ രാജ്യങ്ങളിലും ബഹുഭൂരിപക്ഷം ആളുകളും വളരെ നല്ല ആൾക്കാരാണ്. നമ്മൾ കാണുന്ന കുറ്റവാളികൾ കുറവാണ്. പക്ഷെ ഒരാൾ കുറ്റവാളിയായി മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം സമൂഹത്തിനാണ്. മനുഷ്യരിലെ നന്മകളെ ഉണർത്താനുള്ള സാഹചര്യം കിട്ടാതെ വരുമ്പോഴാണ് പലരും കുറ്റവാളികളായി പോകുന്നത്. നിഷ്കളങ്കനായ ഒരു കുഞ്ഞ് എങ്ങനെ ഒരു കുറ്റവാളി ആകുന്നു എന്ന് ഞാൻ അത്ഭുതത്തോടെ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ഈ തൃശ്ശൂർ ജയിലിൽ കുറേ വർഷം മാസത്തിലൊരിക്കൽ പോകുമായിരുന്നു കുറ്റവാളികളെ കാണാൻ. കുറ്റവാളികളെ കാണാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പം അവരോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, കുറ്റവാളികളാണെന്ന് നാം കരുതുന്ന പലർക്കും കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ച സാഹചര്യം അത് കുറച്ചാലല്ലാതെ കുറ്റകൃത്യങ്ങൾ കുറയില്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ നന്മകളെ ഉണർത്താനും മനുഷ്യരെ ഈശ്വരനായി കണ്ട് സ്നേഹിക്കാനും സേവിക്കാനുമുള്ള സന്ദേശം നൽകുന്ന ഉത്സവമാണ് ബ്രഹ്മസ്ഥാനോത്സവം. സഫലീകരിക്കാൻ വേണ്ടി അമ്മ 6-7 തീയതികളിൽ ഇവിടെ സന്നിധാനം ചെയ്യുകയാണ്. 5-ാം തീയതി വൈകുന്നേരത്തോടു കൂടി അമ്മ ഇവിടെ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത 2 ദിവസങ്ങളിലും രാവിലെ ഒരു 10 മണിക്ക് സമയത്തോടു കൂടി അമ്മ സ്റ്റേജിലേക്ക് എത്തുന്നതും ധ്യാനവും ഭജനയും സത്സംഗവും എല്ലാം അമ്മയുടെ നേതൃത്വത്തിൽ അമ്മ തന്നെയാണ് ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അമ്മയുടെ ദിവ്യവാണികൾ കേൾക്കാനുള്ള അവസരമുണ്ട്. അതിനെ തുടർന്ന് അമ്മയുടെ ദർശനം തുടങ്ങും. അത് മിക്കവാറും വെളുപ്പാങ്കാലം ആകുന്നതുവരെ അമ്മ ദർശനം കൊടുക്കാറുണ്ട്. ആ പന്തലിരിക്കുന്ന മുഴുവൻ ആളുകളെയും കണ്ടതിന് ശേഷം മാത്രമേ എവിടെയാണെങ്കിലും എല്ലാ സ്ഥലത്തും നമ്മൾ തിരിച്ചു പോകാറുള്ളൂ. പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ എല്ലാം ഒരുക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ദയവായി അതുകൂടി നിങ്ങളുടെ ക്യാമറകളിൽ കൂടി അത് ഒപ്പിയെടുക്കണം. നിങ്ങളുടെ റിപ്പോർട്ടും അതിൻ്റെ കൂടെ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രധാനമായിട്ടും 2 ഗ്രഹദോഷ നിവാരണ പൂജകൾ ഉണ്ടാവണം. ശനിയാഴ്ച രാവിലെ രാഹു ദോഷ നിവാരണ പൂജ, ഞായറാഴ്ച രാവിലെ ശനിദോഷ നിവാരണ പൂജ. ഇത് രണ്ടും 7 മണിക്കായിരിക്കും നടക്കുക. ഗ്രഹദോഷ നിവാരണത്തിനായി സമൂഹ പൂജ ഓരോ ആളുകളെ കൊണ്ടും സ്വയം അവരെ കൊണ്ട് ചെയ്യിക്കുന്നൊരു പൂജയാണിത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമസ്കാരം. ഇവിടെ ഫ്ലോട്ടിംഗ് ക്രൗഡായിരിക്കും. അല്ല, ഇപ്പം ദിവസവും അത്രയും പേരെങ്കിലും ഭക്ഷണം കഴിക്കാറുണ്ട് 3 നേരമായിട്ട്. ഇപ്പം ഫ്ലോട്ടിംഗ് ക്രൗഡായതുകൊണ്ട് കൃത്യം എണ്ണം എത്ര പേര് വന്നെന്ന് നമ്മൾ കറക്റ്റ് പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനെ പ്രതീക്ഷിക്കുന്നു. വന്നു പോകുന്നവരുടെ എണ്ണം നോക്കുമ്പോൾ
ഒരു 50,000 പേരെങ്കിലും ഭക്ഷണം കഴിക്കാറുണ്ട് എല്ലാ വർഷവും. കാണാൻ സാധിക്കും എന്താണ് ആ ഒരു സംഭവം. ആളുകളെ അമ്മയുടെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം ലിമിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അമ്മ വരുമെന്ന് പറഞ്ഞപ്പോൾ അതൊരു നമുക്ക് അത് ആൾക്കാരിങ്ങനെ വഴി കൊണ്ടുവരികയായിരിക്കും.